പുതിയ ചരിത്രം അന്വേഷിക്കേണ്ടതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. സൈനുദ്ദീൻ ഞാൻ പലപ്പോഴും യൂത്ത് ലീഗുകാരോട് പറയാറുണ്ട്, നിങ്ങൾ ആ പുസ്തകം വാങ്ങണം. ചെറിയ പേജുകൾ മാത്രമുള്ള ആ പുസ്തകം നിങ്ങൾ വായിക്കണം. മലയാളത്തിൽ അതിന്റെ വിവർത്തനം. അതുപോലെ തന്നെ ഖാദി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് ഒരു കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥമാണ്. എന്നാൽ ഫത്ഹ് എന്ന് പറയുന്ന അതിലൊക്കെ പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ജിഹാദ് നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. നിർവഹിച്ചു നിങ്ങൾ ഷഹീദാകണം എന്ന് എഴുതിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം നിങ്ങൾ കണ്ടയാൽ ജിഹാദിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇടം കിട്ടും. സ്വർഗമെന്ന് പറയുന്നത് മനോഹരമാണ്, അതിസുന്ദരമായി പറയുന്ന ഒന്നാണ്. സ്വർഗം മനോഹരം, അനന്തഗംഭീരമാണ്, ആനന്ദകരമാണ്. പറയും എന്നാൽ ഷഹീദുകൾ സ്വർഗയ അനുഭവിക്കുന്നവരെ ആനന്ദമുണ്ടാകുന്നവരെന്ന മഹാഭോഗെ പറയുന്നവരെ ശ്രദ്ധിച്ചവനാണ് ഷഹീദ്. സൈനുദ്ദീൻ നിങ്ങൾ വേണ്ടതിനെ കുറിച്ച് നിങ്ങൾ ജിഹാദ് നിർവഹിക്കേണ്ട പ്രേരിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഷഹീദാകുക. നിങ്ങൾ ജിഹാദിൽ തന്റെ വാക്കുകൾ പറഞ്ഞുകയാണ്. യുദ്ധം വരാറായി. അവസൽ മുജാഹിദീൻ എന്ന തന്റെ ഗ്രന്ഥം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ മരിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ്? നിങ്ങൾ ഷഹീദാവേണ്ടത് ആർക്കു വേണ്ടിയാണ്? നിങ്ങൾ ജിഹാദ് നിർവഹിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ്? ഹിന്ദു രാജാവിന് അവിടെയാണ് കാര്യം. സാമൂതിരി എന്ന ഹിന്ദു രാജാവ് എന്നതില്ല. ഹിന്ദു മുസ്ലിം അല്ലാത്ത ഭരണത്തിനെതിരായി വരുന്നു. സാമൂതിരിയുടെ ഭരണത്തെ അട്ടിമറിക്കും. അതുകൊണ്ട് സാമൂതിരിയുള്ള മുസ്ലിങ്ങളെ ജിഹാദിന് ഒരുങ്ങി നിൽക്കുക. സാമൂതിരിയെ നിങ്ങൾ ജിഹാദിന് ഒരുങ്ങി നിൽക്കുക. ഷഹീദാവാൻ ഭരണകൂടത്തെ രക്ഷിക്കാൻ. എന്നിട്ടോ സ്വർഗത്തിൽ ലഭിക്കുന്നത് പണ്ഡിതൻ മക്കളുമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അസുഖം സാമൂതിരി രാജാവിന് വെള്ളിയാഴ്ച പള്ളികളിലേക്ക് കത്ത് കൊടുത്തയക്കുന്നു. ഒരുപക്ഷെ ഇന്ന് കോടതിയുടെ എത്രയോ പദവിയുടെ മുഹമ്മദ് സാമൂതിരിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ പള്ളികളിൽ പ്രാർത്ഥിക്കണം. എന്താണ് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നറിയാൻ, എന്താണ് അതിന്റെ ഐഡിയോളജിക്കലായ പിൻബലം എന്നറിയാനാണ് ഞാനിത് പറയുന്നത്. മനസ്സിലാക്കണം. ഇപ്പോഴുള്ള സാമൂതിരി രാജാവാരാണ് നമുക്കറിയാം. ഇവിടുത്തെ മുച്ചുണ്ടിപ്പള്ളി ചരിത്രമറിയാം. സഹോദരന്മാരോട് ഒരുപാട് തവണവരാണ് നമ്മൾ. നിങ്ങൾ കുറ്റിച്ചറയിൽ പോകണം. മുച്ചുണ്ടിപ്പള്ളി ആദ്യയുടെ അകത്ത് നിങ്ങൾ കയറണം. ആ പള്ളിയിലേക്ക് കയറണമെങ്കിൽ ബോർഡുണ്ട്, ഒരു ലിഖിതമുണ്ട്. എഴുതി വെച്ചത് ഇങ്ങനെയാണ്. അത് കേരളത്തിലെ ഇത്ര പണ്ഡിതന്മാർ വന്നിട്ട് ആചാര്യന്മാർ വന്നിട്ട് എന്താണ് എഴുതിയെന്നാൽ രാജാവ് പറയുക എന്ന് ഒരു ക്ഷേത്രമായിരുന്നു. ഇന്നു മുതൽ വിസ്തരിക്കാനുള്ള കൽപ്പനയാണ്. രണ്ടാമത്തെ വരി ആരംഭിക്കുന്നത് രാജാവിന്റെ കൽപ്പനയോടുകൂടി ആ ക്ഷേത്രം പള്ളിയായി കഴിഞ്ഞു. അതുകൊണ്ട് രണ്ടാമത്തെ വരി ആരംഭിയുടെ നിങ്ങൾ ഈ ക്ഷേത്രം നാളെ മുതൽ മുസ്ലിങ്ങൾക്ക് ആരാധനാലയമാണ്, പള്ളിയാണ്. രണ്ടാമത്തെ വരി പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി പുളിക്കലിലും ഇത്ര ഭൂമി ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതാണ് സാമൂതിരി എന്ന രാജാവ് മഹാനാകുന്നതും മഹാത്മാവും ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇതിന്റെ പൂർത്തീകരണം കേരളത്തിലെ രാഷ്ട്രീയ സംരംഭങ്ങള നവോത്ഥാന ഒരുപക്ഷെ മുദ്രാവാക്യങ്ങൾ അതാണ്. ഒരുപക്ഷെ പിന്നീട് നവോത്ഥാനപ്പെട്ടത് അത് ഡോക്ടർ പൽപുവാകട്ടെ, അതല്ലെങ്കിൽ മന്നത്ത് മഹാനായ CDH മുഹമ്മദ് പോയ ആ പത്രങ്ങൾ പടങ്ങുന്ന കേരളത്തിന്റെ മറ്റൊരു സംരംഭമാകട്ടെ. ഈ സംരംഭങ്ങൾ എന്നത് അത് മുഴുവൻ അതിന്റെ പരിശ്രമങ്ങൾക്കും അതിന് വലിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ പറഞ്ഞ പോലെ മഹാനായ സാമൂഹികരും കൂട്ടായ്മയിൽ നിന്ന് ചരടായിട്ടുള്ള ഇന്ന് മലയാളത്തിന്റെ ഒരു ചരിത്രമാണ്. കേരളത്തിൽ നിങ്ങൾ പുതിയ തലമുറയിലെ കാണുന്ന കേരളത്തെ എടുക്കുന്നതിൽ അനുഭവിക്കുന്ന രൂപപ്പെടുത്തി ഉണ്ടാകുന്ന പങ്കുണ്ടല്ലോ, ആ പങ്ക് എങ്ങനെയാണ് അത് സംബന്ധിച്ചിടത്തോളം നവോത്ഥാന പങ്കുകൂടെ അതിനകത്ത് ചേർത്ത് വെക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ചേർത്ത് വെക്കുന്നത് നിങ്ങൾ പരിശോധിച്ചത് സ്വാഭാവികമായി മാത്രം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി മാത്രം ചെയ്യുന്ന ഒരു സേവനമല്ല. മുസ്ലിം ലീഗില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളം എന്ന് പറഞ്ഞാലും രൂപപ്പെട്ട് പറഞ്ഞതിൽ ഹിന്ദു സഹോദരന്മാർക്ക്, ഇവിടുത്തെ സഹോദരന്മാർക്ക്, അതിനപ്പുറം മലയാളിക്ക് അവർ നിർവഹിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ ഡോക്ടർ മുഹമ്മദ് കോയ സാഹിബുണ്ട്. അതുപോലെ ഇവിടെ പിന്നീട് വന്നിട്ടുള്ള പുതിയത് ആശങ്കാജനകമായ വർത്തമാന കേരളത്തിലേക്ക് കേരളം ശ്രദ്ധിക്കുന്ന പുതിയ സംരംഭങ്ങളിൽ
പറയുന്ന ഒരു വാക്കുണ്ട്. കേരളത്തിന്റെ അവസാന സംരംഭങ്ങൾ ആരാണ്? അത് അയ്യങ്കാളിയാണ്. അങ്ങനെ ഭരിക്കുന്നത് സാമുദായിക സംഘടനയെ മനുഷ്യ പ്രതിനിധാനം ചെയ്യുന്ന മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ വേണ്ടി അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങൾ പണിത, അവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ച ജാതിഭേദം മതദ്വേഷം ഏതു സോദരത്വനെ പാടുന്ന മാതൃമാക്കിയ ഗുരുദേവൻ പരിശ്രമിച്ചത് മന്നത്ത് പത്മനാഭന് മനുഷ്യസ്നേഹിയാണ്. സമൂഹത്തിന്റെ നവോത്ഥാന മനുഷ്യസ്നേഹിയാണ് തന്റെ സമുദായത്തിൽ വീട്ടി പട്ടത്തി വെച്ചത്. എങ്കിലും ഞാൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ നവോത്ഥാനത്തിൽ അവരെ രക്ഷിച്ചെടുക്കാനുള്ള അർത്ഥം നൽകാനുള്ള വഴിയിൽ നടത്തുന്ന പോരാട്ടത്തെ കായിക സംഘടനത്തെ എന്നും നിങ്ങൾ വർഗീയമായി ഇടതുപെട്ട പ്രധാനങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നവരോട് ഞാൻ ഇവരൊക്കെ നവോത്ഥാന നായകന്മാരാവുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ സാമുദായികരെ വർഗീയപരമായി കാണിക്കുന്നതിന്റെ രീതി എന്താണ്? മുസ്ലിം ലീഗ് മാത്രം ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റതിന്റെ തലമുടി കവർന്നെടുക്കാനുള്ള ഒരു ഇരുട്ടിന്റെ മറവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നയിച്ചിട്ടില്ല. മറ്റൊരു സമുദായത്തെ വേദനിപ്പിച്ചു തലമുടി സമുദായത്തിനില്ല. പിന്നെ എന്താ ലീഗ് ചെയ്തത്? ആ സമുദായം കൂടെ ശക്തിപ്പെടണമെന്ന്, ആ സമുദായം കൂടെ പുരോഗമിക്കണമെന്ന് അങ്ങനെ പറഞ്ഞതിനാണ് ചിലർ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ, അവർക്ക് മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക നായകന്മാരായ ആളുകൾ, ബുദ്ധിജീവികൾ, അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആവാം കൊള്ളാം, നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മാതൃകയാണ്, ഒരു വലിയ മാതൃകയാണ്, നിങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ ഒരു മാതൃകയാണ്, നിങ്ങളുടെ CH സെന്റർ ഒരു വലിയ മര്യാദയാണ്, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് മാതൃകയാണ്, സംശയമില്ല. പക്ഷെ എന്നാലും എന്ന് പറയുന്നത് ഒന്ന് ഒഴിവാക്കി ചിലപ്പോൾ ഇത്തിരി ആവേശമൂത്തു വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കപ്പെട്ടാരായ മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് ചിന്തിച്ചേക്കാം അങ്ങനെ വേണമായിരുന്നു. നിങ്ങളോട് പറയുന്നത് മഹാനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പണ്ഡിറ്റ് ജവഹർലാൽ അടങ്ങും നസുമായി വലിയ രാഷ്ട്രീയ സമരങ്ങൾ നടക്കുന്ന ഒരു കാലത്ത്, വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു കാലത്ത്, രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു കാലത്ത്, പക്ഷെ അതിന്റെ ഒരു ഘട്ടം അവസാനിക്കുന്നു. ഒരു സാമർത്ഥ്യത്തിന്റെ കൂട്ടായ്മകളെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നടത്തിയ പ്രസംഗത്തെ രാഷ്ട്രസഭയിൽ അദ്ദേഹത്തെ ഉദ്ധരിച്ച ഒരു പ്രസംഗമുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ പാകിസ്ഥാൻ വരേണ്ടതില്ല, ലോകത്തിലെ ഒരു മുസ്ലിം രാജ്യവും വരേണ്ടതില്ല, അത് നോക്കാൻ ഇന്ത്യക്കുള്ള ഇസ്മായിൽ സാഹിബിന്റെ പ്രസംഗം ഐക്യരാഷ്ട്രസഭയിൽ ഉദ്ധരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കൽ പാർലമെന്റിൽ പണ്ഡിതമാരോ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറയട്ടെ, ഐക്യരാഷ്ട്രസഭ അങ്ങയുടെ പ്രവർത്തനത്തിൽ അഭിമാനിക്കുന്നു. ഞങ്ങളെ ബോധ്യപ്പെടുത്താറുണ്ട് അങ്ങയുടെ നീക്കത്തെ ഞാൻ സന്തോഷത്തോടും കാണുന്നു. എന്നാലും പ്രിയപ്പെട്ട ഇസ്മായിൽ സാഹിബ്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാം. ദയവ് ചെയ്ത് നിങ്ങൾക്ക് മുസ്ലിം ലീഗ് വിളിച്ചു വിട്ടുകൂടി. മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഒരു മറുപടിയാണ് ഞാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അംഗത്വത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ വെക്കുന്നത്. എന്തായാലും ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് എന്നറിയുമോ? അവർ ആക്രമിക്കപ്പെടുന്നു എന്ന്, അവർക്ക് കുഴപ്പങ്ങളുണ്ടെന്ന്. നാളെ ഏതെങ്കിലും ഒരു ലോകരാജ്യം പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ കാര്യം ഇന്ത്യയിൽ പരിഹരിക്കപ്പെടുന്നു, അവരുടെ പ്രശ്നങ്ങൾ നോക്കാൻ ഇവിടെ ഗവൺമെന്റുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രാജ്യത്തെ വ്യവസ്ഥതയുണ്ട് എന്ന് ലോകത്തോട് ആരാണ് പറയുക? പണ്ഡിറ്റ് അങ്ങാണോ? അങ്ങ് പറഞ്ഞാൽ വിശ്വസിക്കുമോ പണ്ഡിറ്റ്? സൗദി അറേബ്യയിലെ ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങളില്ല, അവരെ ആരും ബുദ്ധിമുട്ടുന്നില്ല എന്ന് ലോകത്തോട് പറയുന്നത് സൗദി ഭരണകൂടമാണോ? അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാകുമോ? അവിടെ പാർക്കുന്ന ഹിന്ദുവാണ്. അമേരിക്കയിലെ മുസ്ലിങ്ങൾക്ക് അവർക്ക് പ്രശ്നങ്ങളില്ല എന്നത് അമേരിക്കയിൽ പാർക്കുന്ന മുസ്ലിങ്ങളാണ്. ഇന്തോനേഷ്യയിലൂടെ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്കില്ല. പറയുന്നത് ഭരണകൂടമാണോ മുസ്ലിമാണോ? അല്ല, ഹിന്ദു അതുകൊണ്ട് പണ്ഡിറ്റ് നാളെ ഇന്ത്യയിലെ അവസാനിച്ചാൽ ഇതാ അവന്റെ പെങ്ങൾ തീർന്നു എന്ന് ലോകത്തോട് വിളിച്ചുപോയാൽ ഒരു മുഹമ്മദ് അതിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞു. ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പത്തോട് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ചേർത്ത് വെച്ച് ലീഗ് രാഷ്ട്രീയ നിൽക്കുന്നതിന്റെ രാഷ്ട്രീയ സാന്നിധ്യം
രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രവുമായി ബന്ധപ്പെട്ട നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണോ? പറ്റുന്നോ? ഞാൻ ചോദിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തിലെ ഏത് രാഷ്ട്രത്തിൽ അവിടുത്തെ മൈനോറിറ്റീസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയാശങ്കയോട് ജീവിക്കുന്നവരായിരിക്കും. അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല. അമേരിക്കയിലെ മുസൽമാൻ പ്രശ്നമാണ്, അമേരിക്കയിൽ പാർക്കുന്ന ഹിന്ദു ഭിന്നതമാണ്, സൗദി അറേബ്യ പാർക്കുന്ന ഹിന്ദു ഭിന്നതമാണ്, പാകിസ്ഥാനിലെ ഹിന്ദു ഭിന്നതമാണ്. ലോകത്തിലെവിടെയും ആ രാഷ്ട്രീയ മൈനോറിറ്റി ഇൻസ്യൂറായിരിക്കുന്ന ഒരു മൈനോറിറ്റിയെ അവരെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ സുഖമാണ്, അവരുടെ മനസ്സിൽ വർദ്ധീയതക്കാൻ സുഖമാണ്, അവരുടെ മനസ്സ് തീവ്രവാദം ഉണ്ടാക്കാണ്. കാര്യം എന്താണ്? രാത്രി ഇരുട്ടിന്റെ മറവിൽ കേരള വർദ്ധീയ ഭ്രാന്തിനെ ശ്രമിക്കുന്ന അത്യവാദികൾ അവയപ്പായാൽ അല്ലെങ്കിൽ അവർ സിമിയായാൽ അവർ പിയായാൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ കൊല്ലാണ്, RSS വരാൻ പോവാണ്, ശിവസേന വരാൻ പോവാണ്, നിങ്ങളെ കൊല്ലാൻ ഹിന്ദുക്കൾ തയ്യാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വാഭാവികമാണ്. അത് കേരളത്തിന്റെ അവസ്ഥ. അവൻ സെക്യൂരിറ്റി വികാരത്തെ, ആ ഇൻസെക്യൂരിറ്റി എന്ന മനോവികാരത്തെ ശ്രമിക്കുക എന്നത് സ്വാഭാവികമാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. മിനോറിറ്റികളെ അതൃപ്ത മനസ്സുകളുടെ മുമ്പിൽ ചെന്ന് അവനോട് നീ മാത്രമല്ല, നീ തനിച്ചല്ല, നിന്റെ മുമ്പിൽ നിരവധി ആളുകളുണ്ട്, നിനക്ക് സംസാരിക്കാൻ കേരള നിയമത്തിലെ 20 എംഎൽഎമാർ മാത്രമല്ല, നിനക്ക് വേണ്ടി സംസാരിക്കാൻ കേരള നിയമസഭയിലെ മഹാഭൂരിപക്ഷം വരുന്ന എംഎൽഎമാരുണ്ട്. അതിൽ ഹിന്ദുക്കളുണ്ട്, അതിൽ ഹിന്ദുക്കളുണ്ട്, അതിൽ ദളിതരുണ്ട്, മനുഷ്യനെ സ്നേഹിക്കുന്ന പലരുമുണ്ട്. ഞങ്ങളത് ബോധ്യപ്പെടുത്താം. തനിക്കെട്ടിനോട് കൊണ്ടുവരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രം ശ്രമിക്കാൻ നടക്കുമോ? ഈ രാജ്യത്തിലെ മൈനോറിറ്റിന്റെ സംവരണം മുസ്ലിം ലീഗ് മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഈ നാട്ടിലെ സ്കൂളുകളും കോളേജുകളും കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് മാത്രം വിചാരിച്ചാൽ നടക്കുമോ? 20 എംഎൽഎമാരല്ല, അതിലപ്പുറം എംഎൽഎമാരുണ്ടായാൽ മുസ്ലിം ലീഗിന് മാത്രം സാധിക്കുമോ? ഇല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം മനോവികാരത്തെ സുതാര്യമാക്കി മാറ്റി. ആ സുതാര്യമാക്കി മാറ്റിയിട്ടോ അവന്റെ മറ്റുള്ളവന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഭൂരിപക്ഷം ഹിന്ദുക്കളുടേത് ഒരു പഞ്ചായത്തിൽ ഒരു ജയിച്ചു വരുന്ന ലീഗിന്റെ മെമ്പർ ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഇടപെടികൾ, ആ നാട്ടിലുണ്ടാക്കുന്ന പാലം, ആ നാട്ടിലുണ്ടാക്കുന്ന വികസനം, ആ നാട്ടിന്റെ വികസനമായി അവൻ ആ നാട്ടിന്റെ പാർട്ടായി മാറി. അവന് കിട്ടുന്ന നേട്ടങ്ങൾ ഇരുട്ടിന്റെ പുറമെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1 കോടി നാലിയുടെ അവകാശം മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുക്കെ കണ്ണു തുറന്ന് കാത്തിരിക്കെ കേരളത്തിന്റെ നിയമസഭയുടെ അകത്ത് വെച്ചിട്ടുള്ളതല്ലാതെ ഇരുട്ടിന്റെ മറവിലെ ഇടനാഴിയിലേക്ക് കൂടാലോചന കൊണ്ടും സമുദായത്തിന് ലീഗ് വാങ്ങിക്കൊടുക്കുന്നില്ല. ലീഗിന് ലഭിച്ച അവകാശങ്ങൾ, ആ അവകാശങ്ങൾ പോലെ തന്നെ ഈ നാട്ടിലെ ഹിന്ദുവിന്റെ കൂടെ മനസ്സമ്മതത്തോടെ, ക്രിസ്ത്യാനിയുടെ കൂടെ മതത്തോടെ അവൻ വാങ്ങിയതാണ്. ജനാധിപരമായി ഒരു ജനതയെ കൊണ്ടുവന്ന് നിർത്തി രാജ്യത്തിന്റെ മുഖ്യധാരയിൽ അവൻ കളിച്ചല്ല. അവന്റെ കൂടെ ഒരു രാജ്യമുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തി, അവന്റെ കൂടെ ഒരു ജനതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മൈനോറിറ്റിയുടെ സെക്യൂരിറ്റി കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്ത്രമാണ്, രാഷ്ട്രീയപരമായ രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രങ്ങളുടെ കൊട്ടാരങ്ങൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. നിങ്ങൾ ഓർത്തു നോക്കുക, ഒരു അധ്യാപകൻ ഒരു തോന്നിവാസം എഴുതിയപ്പോ ആ ചോദ്യപേപ്പർ തിരുത്താൻ ഒരു ചോദ്യം തിരുത്താൻ ഒരു അധ്യാപകനെ കൈവിട്ടേക്ക് വന്നു തീരെ ഫലാഫലങ്ങൾ. എന്നാൽ ചോദ്യമല്ല, ചോദ്യത്തിലെ ചോദ്യവും ഉത്തരവും ആ പുസ്തകമുണ്ടാക്കുന്ന കമ്മിറ്റിയല്ല, ആ പുസ്തകം അച്ചടിക്കുന്ന ഗവൺമെന്റ് അല്ല, ആ പുസ്തകം സ്കൂളുകൾ, നിരവധി മെഡിക്കലുകൾ, ഇതെല്ലാം നിയന്ത്രിക്കുന്ന യൂണിയനുകൾ ഇടയിൽ കൊണ്ടുവരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു കൊതുകിന്റെ ചോര ചിന്തയ്ക്ക് പറ്റത്തില്ല എന്ന ജനാധിപത്യബോധമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്നത് എന്തിനെന്ന ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറഞ്ഞത്. അതാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി അതിക്രമം കൊണ്ട് സമുദായത്തിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമെന്ന് മോഹിക്കുകയോ? എന്നാൽ രാജ്യത്തിന്റെ അവകാശം ആരെങ്കിലും തകർക്കാൻ വന്നാൽ ഈ രാജ്യത്തിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യൻ ഒരുമിച്ച് നിർത്തി അവനെ കിട്ടാനും കഴിയുന്ന ഇപ്പാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ രാഷ്ട്രീയത്തെ വിമർശിക്കാം, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പദം കൊണ്ടുവരാം, ആക്ഷേപമില്ല. പക്ഷെ നിങ്ങളുടെ പദവികൾ ജയിക്കാത്തത് മുസ്ലിം ലീഗ് ഐഡിയോളജികളെ കൂടെ നിൽക്കാൻ കഴിയാത്തത്. ഞങ്ങൾ ഈ രാജ്യത്തെ ഇടമുണ്ടാക്കി, ആ സംവാദം ജനതയെ ശാക്തി. നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അടുത്ത ഒരുപാട്
മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ വിമർശിക്കാൻ ശ്രമിക്കുന്നവരുടെ നിഷ്പക്ഷമായ സംവദിക്കാൻ ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ലീഗിനെ വിമർശിക്കുമ്പോൾ ഒരിക്കലും ഒരു ഡിവൈഎഫ്ഐ എന്നതിലേക്ക് ഒരു ബിജെപി എന്നതിലേക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടി നിങ്ങളുടെ വിമർശനം രാഷ്ട്രീയപരമായി ഞങ്ങൾ ഉൾക്കൊള്ളും. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ അപ്പുറത്ത് നിങ്ങൾ ലീഗിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കണം. എന്തിനാണ് നിങ്ങളെ മനസ്സിലാക്കണം? അതറിയാം. ഈ അടുത്ത കാലത്ത് എനിക്കൊരു വാട്സാപ്പിൽ മെസ്സേജ്, എന്താ മെസ്സേജ്? ഒരു സുന്ദരിയായ ആ പെൺകുട്ടിയുടെ ഫോട്ടോ, അതിന് താഴെ എന്താണ് അടിക്കുറിപ്പ്? കുട്ടി മട്ടന്നൂരിലെ ഇന്നലെ ഇടുക്കിയുടെ അന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നു. ആ കുട്ടിയെ കഴിഞ്ഞ RSS തട്ടിക്കൊണ്ടു ഒരു ഫോട്ടോ. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇതേ പെൺകുട്ടിയുടെ ഫോട്ടോ, ഈ പെൺകുട്ടിയുടെ അടിക്കുറിപ്പ് പരപ്പനങ്ങാടി, തിരുവങ്ങാടി, പരപ്പനങ്ങാടി. ഈ കുട്ടിയെ RSS. അപ്പൊ ഒരേ കുട്ടിക്ക് 2 സ്ഥലത്ത് വെച്ച് അങ്ങനെ RSS തട്ടിക്കൊണ്ടുപോകും. ഞാനത് അന്വേഷിക്കാം. തിരുവങ്ങാടിയിൽ വെച്ച് മുത്തലിക്കുകാരായ സഹപ്രവർത്തകന്മാരെ അവർ പറഞ്ഞാൽ കൂടി അവിടെ മട്ടന്നൂരിൽ ഇതെല്ലാം കയറി വെച്ച് ഞാൻ അവരെ അന്വേഷിച്ചു. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ല. ആ കുട്ടി 3 ദിവസം കുടുംബക്കാരുടെ സമ്മതത്തോടെ കല്യാണം കഴിച്ച രാജ്യത്ത്